നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. സോഷ്യൽ സയൻസ് അധ്യാപകൻ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. കുന്നംകുളം പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ വയോധികന് ക്രൂരമർദ്ദനമേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. സംസ്ഥാനത്തെ വിവിധ അക്കാദമികളിലെ അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. പുലിക്കളിക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സംസ്ഥാനത്ത് മഴ കനക്കും. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. കേരള തീരത്ത് നാളെ മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പൊയ്യ AKM ഹയർ സെക്കൻഡറി വിഷറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ ചെകിടത്തടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയെ തുടർന്ന് അധ്യാപകൻ AB മനുവിനെതിരെ മാള പോലീസ് കേസെടുത്തു. കോർപ്പറേഷനുമായി സഹകരിച്ച് ഗായകൻ P ജയചന്ദ്രന് തൃശൂരിൽ സംഗീത സ്മാരകം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. പൂങ്കുന്നം സീതാറാം ലൈനിലെ വസതിയിൽ ജയചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സന്ദർശിച്ചു. കയ്പമംഗലം ചളിങ്ങാട് തെരുവുനായ്ക്കൾ ആടിനെ കടിച്ചുകൊന്നു. ചളിങ്ങാട് ജുമാ മസ്ജിദിന് സമീപം കടവിൽ ഷെഫീഖിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടിനെയാണ് കടിച്ചുകൊന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കും. കടലിൽ പോകുന്നതിനായി മത്സ്യബന്ധന ഹാർബറുകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് മുന്നിൽ ചാടിയ മധ്യവയസ്കൻ മരിച്ചു. പൊന്നുക്കര സ്വദേശി 61 വയസ്സുള്ള ശശാങ്കനാണ് മരിച്ചത്. ജനങ്ങൾക്ക് ഭീഷണിയായി അയ്യന്തോൾ കളക്ട്രേറ്റ് പരിസരത്തും മോഡൽ റോഡിലും ബസ് സ്റ്റോപ്പിലും വർഷങ്ങളായി അലഞ്ഞു നടന്നിരുന്ന കന്നുകാലികളുടെ പ്രശ്നത്തിന് പരിഹാരമായി. കന്നുകാലികളെ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ താൽക്കാലിക പൗണ്ടിലേക്ക് മാറ്റി. കേരള സ്റ്റേറ്റ് CBSE ക്ലസ്റ്റർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷോട്ട് പുട്ടിൽ വെള്ളിമെഡൽ നേടിയ അനുപമ വിജോയിയെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി അനുമോദിച്ചു. മതിലകം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് CPIM, DYFI, SFI താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഉപയോഗശൂന്യമായ പൊതുകിണറും പരിസരവും പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ചെയ്തു. ശുചീകരണ പ്രവൃത്തി ആരോഗ്യവകുപ്പ് ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് DMO AJ ആന്റോ ഉദ്ഘാടനം ചെയ്തു. മരടിയം ഗവൺമെന്റ് UP സ്കൂളിൽ സൗജന്യ ചെസ് പരിശീലനത്തിന് തുടക്കമായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് VA റഹ്മത്ത് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന യുവാവ് മരിച്ചു. കല്ലുപുറം ചീരൻ വീട്ടിൽ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. നാരായണാശ്രമ തപോവനത്തിൽ ഗുരുപൂർണിമ ആചരിച്ചു. ഗുരുപാദ പൂജയ്ക്ക് ശേഷം സ്വാമിജി നമ്രതാ സ്വരൂപയ്ക്ക് സന്യാസദീക്ഷ നൽകി. വിമലപ്രജ്ഞ എന്ന നാമം നൽകി. സദ്ഗുരു സാന്നിധ്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സ്വാമിജി നിർവഹിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ
KCYMന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ചേറൂർ ക്രൈസ്റ്റ് വില്ല പുവർ ഹോം ഫാദർ സാജൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജൂലൈ 31 രാവിലെ 9:30 മുതൽ ഇരിഞ്ഞാലക്കുട നഗരസഭാ ടൗൺ ഹാളിൽ മെഗാ ജോബ് ഫെയർ നടക്കും. കുന്നംകുളം ചെമ്മണ്ണൂരിൽ വീട്ടിൽ നിന്നും കഞ്ചാവും MDMAയുമായി യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പാനപ്പറമ്പ് മമ്പറത്ത് വീട്ടിൽ മുകേഷാണ് അറസ്റ്റിലായത്. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിനാചരണം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രൊമോട്ടർ ഫാദർ ജോൺസൺ കുണ്ടുകുളം പതാക ഉയർത്തി. രാസവളങ്ങളുടെ വിലവർദ്ധനവ് പിൻവലിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് തിരുവല്ലാമലയിലെ കർഷക പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നുപോകുന്നതെന്ന് കർഷകർ. സീസണിലെ ആദ്യ ടൂർണമെന്റിൽ കിരീടം നേടി കേരള പോലീസ്. തഞ്ചാവൂരിൽ നടന്ന ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിലാണ് കേരള പോലീസ് കിരീടം ചൂടിയത്. സീസണിലെ ആദ്യ ടൂർണമെന്റിൽ കിരീടം നേടി കേരള പോലീസ്. തഞ്ചാവൂരിൽ നടന്ന ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിലാണ് കേരള പോലീസ് കിരീടം ചൂടിയത്. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക, എണ്ണ കമ്പനികളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോളിയം വർക്കേഴ്സ് യൂണിയൻ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊയ്യയിൽ കിടപ്പ് രോഗിയുടെ 22 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ഹോം നഴ്സിനെയും സുഹൃത്തിനെയും മാള പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം നെട്ടൂർ സ്വദേശി അനുഷ, പത്തനംതിട്ട മൈലപ്പാറ സ്വദേശി പ്രിൻസ് എന്നിവരെയാണ് ഗോവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SN ട്രസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ലോകകപ്പ് പ്രവചന മത്സരത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി TS അനിഖ വിജയിയായി. വിജയിക്കുള്ള മൊമെന്റോയും ക്യാഷ് അവാർഡും വലപ്പാട് CI അനിൽകുമാർ സമ്മാനിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.